കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ന് നിങ്ങൾ പല പ്രാവശ്യം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇന്ന് ഓഡിയൻസിന്റെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ക്യാമറാമാൻ എന്ന നിലയിൽ മാറ്റി നിർത്തിയ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്താണ്? ഉറപ്പായിട്ടും ഇപ്പോൾ ഇങ്ങനൊരു ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് എൻ്റെ ഒരു കൃത്യം പേഴ്സ് നമുക്ക് മനസ്സിലാവുക. അതിനു മുമ്പ് നമ്മുടേതായ രീതിക്കല്ലേ നമ്മൾ ട്രാവൽ ചെയ്യുക, സ്ക്രിപ്റ്റും അല്ല കഥകളും ഒക്കെ വെച്ച് നമ്മുടെ രീതിയിൽ ട്രാവൽ ചെയ്യും. പക്ഷെ അവർക്ക് ഉണ്ടാകുന്നൊരു പൾസ് നമുക്കത് പോസിറ്റീവായിട്ട് കിട്ടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എപ്പോഴും കാണാം. അത് ഒരു ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ് ആക്ച്വലി ഇന്ന്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ കുറേ ആളുകളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ വെച്ചിരുന്ന ക്യാമറ വർക്കുകളുണ്ട്, കുറേ ഫ്രെയിമുകളുണ്ട്. ആ ഫ്രെയിമുകൾ എല്ലാം ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. ഒരു പ്രേക്ഷകൻ എന്ന് എനിക്കറിയാം. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ വേറെ ഫ്രെയിമുകൾ ഉണ്ടായിരുന്നല്ലോ എന്നൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി ഇല്ല, എന്താ അറിയില്ല. ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോകുന്ന സമയത്ത് തന്നെ അതിനകത്തൊരു കൃത്യം ഞങ്ങൾക്കൊരു ഗ്രാഫുണ്ട്, ഇതാണ് ഇവിടെയാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു സാധനമുണ്ട്. അതിനകത്ത് നിന്നിട്ടാണല്ലോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ലൊക്കേഷൻ കാണുമ്പോൾ എല്ലാ ഷോട്ടും എടുത്തിട്ട് ആ ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതെ, മിക്കവാറും എല്ലാ ഷോട്ടുകളും അത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം സിറ്റുവേഷന് വേണ്ടിയിട്ടില്ല. ഇപ്പോൾ അമേരിക്കയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ യു കെയിൽ പോകുമ്പോൾ യു കെയുടെ ഭംഗി കാണിക്കുക എന്നുള്ളതല്ല ഈ സിനിമയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ആ കഥാപാത്രത്തിൽ യു കെ എന്ന് പറയുന്നത് നമ്മളിപ്പം അതിനകത്ത് MI6 ഓഫീസ്, പിന്നെ വാർ റൂം എന്ന് പറയുന്നത് അല്ലാതെയുള്ള ബാക്കിയുള്ള പോർഷൻസ് വേറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇപ്പം US നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ US ആയിട്ട് കാണിക്കാനല്ല ഷൂട്ട് ചെയ്യുന്നത്, ശരിക്കും വേറെ രാജ്യങ്ങളാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ആപ്റ്റായിട്ടുള്ള സ്ഥലം, അതിൻ്റെ ഒരു കളർ ജോഗ്രഫി സാധനം കിട്ടിയത് കൊണ്ടും ഷൂട്ടിംഗ് കംഫർട്ട് ആയതുകൊണ്ടും നമ്മൾ അവിടെ ഷൂട്ട് ചെയ്താണ് ശരിക്കും. അമേരിക്ക എന്ന് പറയുന്നില്ലല്ലോ അല്ല അല്ല, അമേരിക്ക US എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങളുടെ യാത്രയൊക്കെ അവിടെയൊക്കെ പോയിരുന്നാലോ നമുക്ക് വാർത്തകളൊന്നും ഉണ്ട് നിങ്ങളുടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഇറാഖ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സെറ്റ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ ഇറാഖിലേക്ക് എത്തിച്ചോട്ടോ. ആ സെറ്റ് വർക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ എല്ലാം പറയുള്ളൂ, നമ്മൾ ഒരിക്കലും പ്രദർശിക്കുന്നില്ലല്ലോ. അത് ചെന്നൈയിലാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത് എത്ര ദിവസത്തെ വർക്കായിരുന്നു? അതൊരു 4 months, അതായത് 120 days എടുത്ത് സെറ്റ് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഭയങ്കര ഒരു കുറച്ച് എന്താ നല്ലൊരു പ്രോസസ്സായിരുന്നു. അതിൽ സ്ക്രിപ്റ്റ് വായിച്ച് നമ്മളതിനകത്ത് ഒരു സ്കെച്ചിങ് പരിപാടിയും കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളത് എവിടെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതിൽ നമ്മൾ ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ, അബുദാബിയിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഒരു പറഞ്ഞത്. പിന്നെ അത് എക്സ്പെൻസൊക്കെ കൂടി, പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഇന്ത്യയിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെന്നൈയിൽ ഒരു സ്ഥലം കിട്ടിയാൽ കുറച്ച് സപ്പോർട്ടായിട്ടുള്ള സ്ഥലമായിരുന്നു. അതിൽ നമ്മൾ ഫുൾ ഒരു ഗ്രൗണ്ട് കൊണ്ട് സെറ്റ് ഇടുന്നതിനേക്കാൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് സാധനങ്ങളതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെന്നൈയിലേക്ക് സെറ്റ് ഇടാനുള്ള കാരണം. നിങ്ങൾ തമ്മിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ സെറ്റിൽ ഉടക്കേണ്ടതാണ്. എനിക്കൊന്നും എവിടെ മണി എവിടെ സാധനം എവിടെ അവിടെ വെച്ചില്ല മണി ഫ്രെയിമില് ഇല്ലാത്തപ്പോ അത് ചില സിനിമകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ എൻ്റെ ആർട്ട് ഡയറക്ടറോട് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശരിയാ, 1-2 ചെറിയ സിനിമകൾക്ക് ഉണ്ടായിട്ടുണ്ട്, അതല്ലാതെ പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അതിൻ്റെ എസ്പെഷ്യലി ഇതിനുണ്ടാവില്ല. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും സ്ക്രിപ്റ്റ് വായിച്ച് കഴിയുമ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ. ഈ ഡിസ്കഷനിൽ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ട്, ഇത് ഇന്ന പോലൊരു ലൊക്കേഷനാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ട്. അവിടേക്ക് വേണ്ട പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ കൊടുക്കുന്നുണ്ട്, അതിന്റെ കളർ കോമ്പിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിന്റെ കോസ്റ്റ്യൂം കോമ്പിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഭയങ്കരമായിട്ട് നമ്മൾ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും എനിക്കത്ര വിശ്വാസം പോരാ. സീരിയസ് പറ്റുമോ? അതല്ലേ വിശ്വസിച്ചോ? അല്ലേ വിശ്വസിച്ചോ? പക്ഷെ വേറൊരു കേസ്, ഇനി നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പ്രശ്നമുണ്ടായേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. പടം കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പടം കണ്ട സ്ഥിതിക്ക് അവിടെ വെച്ചത് അത് മാറ്റി വെച്ചില്ല, അല്ലെങ്കിൽ വെച്ച ക്യാമറ വെച്ചിട്ട് മാറ്റി വെച്ച് എന്റെ മറ്റേ ഓപ്പർട്ടി കിട്ടുമായിരുന്നു. അങ്ങനെയില്ല. അപ്പൊ അങ്ങനെ പ്രശ്നമില്ല. പൃഥ്വിരാജ് എന്നൊരു സംവിധായകൻ അല്ലേ? പൃഥ്വിരാജ് ഇപ്പൊ ലോക സിനിമയിലേക്ക് മലയാള സിനിമ എത്തിച്ച ഒരു സംവിധായകനായി മാറിയിരിക്കുകയാണ് ഈ സിനിമയോട് കൂടി. പൃഥ്വിരാജുമായിട്ട് നിങ്ങൾ ഒരു സിനിമയുടെ ഒരേ ലൊക്കേഷനിൽ ചെയ്യുമ്പോൾ ഓരോ സീനുകൾ എടുക്കുമ്പോൾ നിങ്ങൾ സംസാരം ഉണ്ടാവും, ആർട്ട് ഡയറക്ടറുമായിട്ട് സംസാരം ഉണ്ടാവും. അങ്ങനെ ഒരു ഓർമ്മയിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ഏതായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഞങ്ങളുടെ ലൊക്കേഷനിൽ ഒരു ഡിസ്കഷൻ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.